ശിവു സ്ട്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഞാൻ ഈ റോഡുമേൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശിവു ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പുതിയതായിട്ട് ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്. അവളിപ്പോൾ 2ാം ക്ലാസ്സിലായി. അപ്പോൾ സ്കൂൾ ബസ് ഇപ്പോൾ വരും. അപ്പം സ്കൂൾ ബസ്സിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ ബസ് വരുന്നുണ്ടേനു. അപ്പം അങ്ങനെ പിന്നെ ബസ് വന്ന് ശിവു അവിടെ ഇറങ്ങി കേട്ടോ. ശിവു ഇറങ്ങി അവിടെ എന്തൊക്കെയോ കുറുമ്പുകൾ കാണിക്കലാണേ. ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടപ്പോൾ ഉള്ള കുറുമ്പുകളാണ് ഇതൊക്കെ. അങ്ങനെ ഞാൻ അവളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് നടന്നു കേട്ടോ. പിന്നെ അവൾ കുറേ വിശേഷങ്ങൾ സ്കൂളിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ സന്തോഷവും മുഖത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചായയെല്ലാം കുടിച്ചു. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ലോക ക്ഷീരകർഷക ദിനമാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു കൂടുതലും ഇന്ന് ഞങ്ങളുടെ പശുക്കളെ കാണിക്കാമെന്ന് വീഡിയോയിൽ. അപ്പം നോക്കുമ്പോൾ അമ്മ പശുക്കൾക്ക് പുല്ല് എവിടുന്നാണ്ടൊക്കെ അരിഞ്ഞിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ പശു പുല്ല് തിന്നുന്നത് നോക്കിയിട്ട് കുറേ നേരം വീഡിയോ എടുത്ത് അങ്ങനെ നിന്നതാണ് കേട്ടോ. അവൾ ഭയങ്കര സെലക്റ്റീവായിട്ടേ പുല്ല് കഴിക്കൂ കേട്ടോ. എല്ലാ പുല്ലൊന്നും കഴിക്കത്തില്ലേ. അമ്മ കൊണ്ടുവന്ന് കൊടുത്ത പുല്ല് വരെ അത് ചെറിയ ഇലകൾ നോക്കിയിട്ടൊക്കെയാന്ന് തോന്നുന്നു അതൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ നിന്നൊക്കെ വലിച്ചിട്ടൊക്കെ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ നേരം ആ പശു പുല്ല് തിന്നുന്നത് നോക്കിക്കൊണ്ട് ഞാനങ്ങനെ നിന്ന് കേട്ടോ. ഇവളെ കൂടാണ്ട് പിന്നെ ഇവളുടെ അമ്മ പശുവും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അവിടെ തന്നെയാണ് നമ്മുടെ പിന്നെ കുഞ്ഞി പശു ഉള്ളത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ചേന വളർന്ന് നിൽക്കുന്നുണ്ട്. ചേന ആയിട്ടൊന്നുമില്ല, അത് വളർന്ന് നിൽക്കുന്ന അതിൻ്റെ അടുത്ത് തന്നെ പച്ചമുളകുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തു. പിന്നെ ഇപ്പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ 2 പശുക്കൾ ഇവർ രണ്ടുപേരും ഇപ്പുറത്താണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ അടുത്ത് വേറെ പറമ്പിലാണ്. രണ്ടുപേരും മാറ്റി മാറ്റിയാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവളെ അഴിച്ചിട്ട് അവിടെ ആലയിൽ കൊണ്ട് കെടുത്തുവേ. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്കും അമ്മ പിന്നെ കുറേ മഴ വരുന്നതുകൊണ്ട് ഉണങ്ങിയ കുറേ മടലുകളുണ്ടായിരുന്നു, അതൊക്കെ വെട്ടിയിട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ശിവതയാണെങ്കിൽ മുറ്റവും അടിച്ചു വരുന്നുണ്ട്. പിന്നെ ഞാനെന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ വിറകുകളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ, കൊണ്ടുവച്ചു. നോക്കുമ്പോൾ അച്ഛനാണെങ്കിൽ അതേസമയം തന്നെ പശുവിന് പുല്ലരിയാൻ നോക്കുന്നുണ്ട്. പറമ്പിലൊക്കെ ശരിക്കും പുല്ല് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പുല്ലെല്ലാം അച്ഛൻ അരിഞ്ഞെടുക്കലാണ്. അതൊക്കെ ആകുമ്പോഴത്തേക്കും പശുക്കൾ തിന്നും കേട്ടോ. വളരെ ഇളം പുല്ലായതുകൊണ്ട്. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ സൺസെറ്റ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചെറുങ്ങനെ ആകുന്നുണ്ട്, സൺസെറ്റ് ആയി വരുന്നതേ ഉള്ളേ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു വ്യൂ ആയിട്ട് എനിക്ക് തോന്നിയേ. ഇവിടുന്ന് വീഡിയോ എടുത്തപ്പോൾ മൊത്തം ഒരു പച്ചപ്പും അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു സൂര്യാസ്തമയവും ഇതും കേട്ടോ. നല്ല സീനറി ആയിരുന്നേ. കുറേ സമയം അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ വീഡിയോ തന്നെ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഈ പിന്നെ അരിനെല്ലിക്ക ഉള്ളത്, പുളിനെല്ലിക്ക. അപ്പോൾ അത് കുറേ ഈ പ്രാവശ്യം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് കുറേ ഉണ്ടായി. ഇപ്പോൾ പച്ചയാണ്, ഉണ്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ. പച്ച ഉണ്ടായിട്ടുണ്ട് നല്ലപോലെ. ഇതിനി അച്ചാറിടാനാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് വേഗം തന്നെ പഴുക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഉടനെ തന്നെ ഇത് പറിച്ചെടുത്തില്ലെങ്കിൽ ഇത് കുറേ വേസ്റ്റായി പോകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 മരമുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, കുറച്ച് അപ്പുറത്ത് മാറി ഈ പരിസരത്ത് തന്നെ അപ്പുറത്ത് മാറി നമ്മൾ നട്ടിട്ടുണ്ട്. അതിലും ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഉണ്ടായതാണ്. ഇതിൻ്റെ അകത്തുനിന്നും ഉണ്ടായി നമ്മൾ കുറച്ച് ഇതൊക്കെ പറിച്ചെടുത്തതാണ്. അച്ചാറിടുകയൊക്കെ ചെയ്തായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് മുറ്റമൊക്കെ അടിച്ചു വാരി കേട്ടോ. മുറ്റമൊക്കെ കുറച്ച് അടിച്ചു വാരി, മഴയൊക്കെ വരാൻ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ മുറ്റമെല്ലാം അടിച്ചു വാരി. അച്ഛൻ പിന്നെ പുല്ല് എടുത്തുകൊണ്ട് വരുന്നതാണ് കണ്ടത്. അച്ഛൻ പുല്ല് പശുവിന് പതുക്കെ എടുത്തുകൊണ്ട് കൊടുക്കലാണ്. അവിടെ വെച്ചിട്ട് പോയാൽ പിന്നെ മഴയൊക്കെ വന്നാൽ പുല്ല് ചീഞ്ഞു പോകില്ല. അതുകൊണ്ട് അച്ഛൻ പുല്ലെടുത്തുകൊണ്ട് അച്ഛൻ പോകുന്നുണ്ട്. പിന്നെ അമ്മ കുറച്ചുകൂടി മടലൊക്കെ അവിടെ വെട്ടിയിട്ട് ഞാൻ ഇതെല്ലാം അടിച്ചു വാരിയതിന് ശേഷമാണ് പിന്നെ മടലെല്ലാം പെറുക്കി കൊണ്ടുപോയിട്ട് വെച്ച്.
പിന്നീട് അമ്മയുടെ പണിയെന്ന് വെച്ചാൽ ആ താഴെയുള്ള പശുക്കളെ കൊണ്ടുവരില്ലായിരുന്നേ. അവരെ കൊണ്ടുവന്ന് പിന്നെ ഇവർക്ക് കുറേ വെള്ളം കുടിച്ച് നല്ല ക്ഷീണം ഉണ്ടാവും. ഈ പശുക്കൾ നല്ല ദാഹം ഉണ്ടാവേ. പിന്നെ അവർ വെള്ളമെല്ലാം നല്ലപോലെ കുടിച്ച് അവരെ ആലയിൽ കൊണ്ട് കെട്ടിയിട്ടാണ്. അപ്പോൾ ബാക്കി പിന്നെ നോക്കുമ്പോൾ ശിവത പിന്നെയും മുറ്റം അടിച്ച് വാരലാണ്. മുറ്റമൊക്കെ അടിച്ച് വാരി പിന്നെ ഞാൻ അതെല്ലാം കൊണ്ട് തീയിട്ട് കേട്ടോ. തീയെല്ലാം ഇട്ട് പിന്നെ തീ പിടിക്കുന്നില്ലായിരുന്നു, എന്നാലും ഒരുവിധം കുറച്ചൊക്കെ കത്തി കേട്ടോ. ഭയങ്കര കൊതുകിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് ഇത് കത്തിച്ചാൽ നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.